അമ്മ അമ്മ നമ്മുടെ ആനന്ദ ബോസ് സാറല്ലേ, നാളെ സാറിന്റെ ബർത്ത്ഡേ അത്ര എല്ലാരും വിളിച്ചിട്ടുണ്ട്. നാളെ പൊളിക്കും. എവിടെ വെച്ചാണ്? അത് വീട്ടിൽ വെച്ചാ? അല്ല, വീട്ടിൽ വെച്ചൊന്നുമില്ല, ഹോട്ടല് റെസ്റ്റോറന്റ് വെച്ച്. ആണോ? ആ എന്നാ പിന്നെ നമ്മളെ സാറും വരുമല്ലോ. ആനന്ദ ബോസ് സാറുണ്ട്, നമ്മളെ സാറിന് ഭയങ്കര അടുപ്പല്ലേ? ആ MD ആയിട്ടാ? ആ അത് ശരിയാണല്ലോ. അപ്പൊ നാളെ വരുമ്പോ ക്ലോസ് ആയിട്ട് പരിചയപ്പെടാം അല്ലേ ആളെ? പാവണ്ടാ, പിന്നെ ദേഷ്യം എന്നാണ്ടല്ലോ ഇച്ചിരി പ്രശ്നമാണ്. ആണല്ലേ? അത് പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, അവർക്ക് ടെൻഷനും ഇതൊക്കെ ഉണ്ടാവും. ആ അത് ശരിയാ. ലച്ചുവിടമ്മ അവിടെ കിടക്കണ്ട്, ഞാൻ വിളിച്ച് ഇതൊരു അനക്കവും ഇല്ല. നേരത്തെ എണീറ്റാ? ഇപ്പൊ പാറു മേഡം നേരത്തെ എണീക്കാറുണ്ട് അല്ലേ പാറു? എന്തു പറ്റി രാവിലെ എണീറ്റിട്ട് മൂഡ് ഔട്ടായിട്ട് നിൽക്കണേ? രാവിലെ എണീറ്റിട്ട് സ്കെച്ച് വേനെ അന്വേഷിക്കായിരുന്നാ? എന്തിനാ ഇപ്പൊ രാവിലെ സ്കെച്ച് വേനെ? വെറുതെ അല്ല, അതാണ് മേഡം നേരത്തെ എണീച്ചല്ലേ, വേറൊന്നും കൊണ്ടല്ല. അവിടെ എവിടെയെങ്കിലും നോക്കാം, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. കൊറേ നോക്കി കണ്ടില്ല. ആ കട്ടിന്റെ അടിയിലോ സോഫയുടെ അടിയിലോ ചേട്ടന്റെ റൂമിലോ അച്ഛന്റെ റൂമിലോ ഒക്കെ പോയി നോക്ക്, അവിടെയൊക്കെ ഉണ്ടാവും, നോക്ക്. സൂക്ഷിച്ചു വച്ചിരുന്നേ. പിന്നെ ഭയങ്കര സൂക്ഷ്മയല്ലേ, ചില സമയത്തൊക്കെ സ്കെച്ച് പെൻ അവിടെ ഇവിടെ കിടന്ന് ഉരുളാണ് തറയില്. ശിവ കേക്കണ്ട, അടി കിട്ടും നിനക്ക് കേട്ടാ. കുണ്ട കളഞ്ഞിട്ട് ശിവനെ പറയണം. ഈ നിന്ന് ഇപ്പൊ ഞാനവിടെ പോകാനാ ഇപ്പൊ സ്കെച്ച് പെനക്ക്. അച്ഛനെ വിളിച്ചോളെ. ബെസ്റ്റ്. എടാ അച്ഛനൊന്ന് വിളിച്ചേ. ഇപ്പൊ വിളിച്ചു പറയാ, ഒന്ന് വിളിച്ച് പറയടാ, പുറത്ത് നിൽക്കല്ലേ, മേടിച്ചിട്ട് വരും ചിലപ്പോ. നീ കൊണ്ടേക്കളരുത് കേട്ടാ. അച്ഛൻ പുതിയത് ഇങ്ങനെ എപ്പോഴും മേടിച്ചു തരാനേ നേരമുള്ളൂ. അല്ല അച്ഛൻ വരുമ്പോഴേ വഴിന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് ചെറിയ സ്കെച്ച് പെൻ മേടിച്ചോണ്ടോ. പിന്നെ പാറുവിന് പിന്നെ എനിക്കാ. ശരി ശരി ഓക്കെ. പാറു മാഡം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്കെച്ച് പെൻ മേടിച്ചോണ്ടരാം. ഓക്കെ. ഓഹോ, എണീറ്റാ? എന്താന്നറിയാൻ പാടില്ല, രാവിലെ എണീറ്റതാ, പക്ഷെ ഭയങ്കര തലക്കനം. തലക്കന കല്യാണം കഴിഞ്ഞോണ്ട് അത് നല്ല തലക്കനം ഉണ്ട് അല്ലേ? രാവിലെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ. ചുമ്മാ തമാശക്ക്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നീ പാറുവിന്റെ സ്കെച്ച് പെൻ ഉണ്ടായിരുന്ന? എന്തെന്ന്? സ്കെച്ച് പെൻ അടി പാറുവിന്റെ. പാറു ഇങ്ങനെ വിഷമിച്ചിരിക്കുക സ്കെച്ച് പെൻ ആണാണ്ട്. പിന്നെ ഭയങ്കര വിഷമാ. അപ്പൊ നമ്മുടെ എന്തെങ്കിലും സാധനം അവിടെ കൊണ്ട് വെച്ച് നോക്ക്, നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാണ്ടല്ലോ അപ്പൊ അടിച്ചോണ്ട് പോയി സാധനം. ചേച്ചിയാണ് എന്നെ സാധനങ്ങളെല്ലാം എടുക്കുന്നത്. പിന്നെ ഭയങ്കര സാധനങ്ങളാണല്ലോ. 2 നോട്ട്ബുക്ക്, പിന്നെ തെളിയാത്ത 2-3 സ്കെച്ച് പേന, 2-3 കളർ പെൻസിൽ, ഇതെല്ലാം നിന്റെ സാധനങ്ങള്. എന്തോന്നല്ലേ ചെയ്ത്? നിനക്ക് ജയിക്കാൻ വേണ്ടി ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാമോ? അത് കുഞ്ഞല്ലേ. എന്റെ അമ്മ ഇതിന്റെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ പറയണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഇത്രയും വലിയ നാക്കാണ്. അയ്യോ, നാക്കിന്റെ കാര്യം നീ പറയല്ലേ മോളെ. ഇവളുടെ നാക്കിനെ ഒൽപ്പിക്ക് ഇപ്പോഴും ഈ കുടുംബത്തെ ആരും ഇല്ല എന്നാണ് പറയണത്. അതല്ലേ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇവളെ കോളാമ്പി ലച്ചെന്ന് വിളിക്കുന്നത്. അമ്മയും തുടങ്ങിയല്ലേ. ഈ വീട്ടിൽ കുറച്ചെങ്കിലും സംസ്കാരത്തോടെ സംസാരിക്കുന്ന ഒരാൾ അമ്മ മാത്രമേ ഉണ്ടായതുള്ളൂ. ഇപ്പൊ അതും പോയി കിട്ടി. എടാ ഞാനൊരു തമാശക്ക് ഇടയ്ക്ക് ഒരു രസത്തിന് പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ഇവിടെ നിന്നാലേ ഇന്നത്തെ ദിവസം പോക്കായിരിക്കും. ഞാൻ പോണു. പോവല്ലേ? ഞാൻ പോവും. അതല്ലേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് വരുമെന്ന്. അയ്യോ വരും. പോന്നിട്ടുണ്ട് അവിടെ നിന്ന്. എന്നാ ശരി. പാലുണ്ട് അമ്മനെ കൂടെ. സ്കെച്ച് വന്നാ കട തുറന്നില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ പാല് കിടന്ന രാവിലെ തുറക്കും, ബാക്കിയുള്ള കടയൊന്നും തുറന്നില്ല. ആര് പറഞ്ഞ്? ആ പാലിയുടെ തൊട്ടപ്പുറത്ത് വേറൊരു കട ഉണ്ടല്ലോ, അത് രാവിലെ 6:30 തുറക്കും. അവിടെ പാലും ഉണ്ട്, ഈ സ്കെച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. തന്നെ നീ പോയി വാങ്ങിച്ചോട്. അത് മറന്നോയല്ലേ? പിന്നെ ഞാൻ സ്കെച്ച് വന്ന് ഓർത്തോണ്ടിരിക്കണ എന്റെ പണി. പ്രധാനപ്പെട്ടതല്ലേ? അയ്യോ, നിന്റെ കാര്യം പ്രധാനപ്പെട്ട തന്നെ. രാവിലെ എഞ്ചിനീയറെ വിളിച്ച്, അവിടെ മഴ ആയതുകൊണ്ട് വർക്ക് സൈറ്റിൽ പണിയും നടക്കുന്നില്ല. പിന്നെ വീടിന്റെ ഉടമസ്ഥന്മാർക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അവർക്ക് പണി നടന്നാൽ മതി. എന്താ പ്രശ്നം? ഉള്ള സ്കെച്ചാണോ? രാവിലെ മുടിയെ വിളിച്ച് പറഞ്ഞു അവിടെ സംസാരിക്കുന്നപ്പോഴേ കടയിൽ നിന്ന്. ഞാനങ്ങ് മറന്നു, സംസാരിക്കുന്നത് ഞാനങ്ങ് മറന്നുപോയി. ഭാഷകളുണ്ടായിരുന്നു ആ സഭാ ചർച്ചയ്ക്ക്? പിന്നല്ലാതെ അവനുണ്ടായിരുന്നു. എന്നിട്ട് ഭാഷകൾ എന്താ പറയണ? അവൻ എന്ത് പറയണം, അവൻ എന്നെ അറിഞ്ഞൂറേ. ഇപ്പൊ അവന് ഞാൻ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ. പാവല്ല അച്ഛാ, എന്തെങ്കിലും ഒരു പണി മേടിച്ചു കൊടുക്ക്. ഒരു കളക്ടറിന്റെ ഒഴിവുണ്ട്, വാങ്ങിച്ചു കൊടുക്കാം. സ്കെച്ച് പെൻ മേടിച്ചാ? അടുത്ത വന്നേക്കാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് ആരെങ്കിലും അത് വാങ്ങി ഇത് വാങ്ങി എന്തെങ്കിലും സാധനങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ വിളിക്കണം, എൻ്റെ മൊബൈലിൽ ഞാൻ അടിച്ചു പൊട്ടിക്കും. അത് ആരൊന്നും ഇന്നതൊന്നും ഇല്ല കേട്ടോ. കാര്യം പറയാം. ഞാൻ സീരിയസ് ആയിട്ടാണ് ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാത്ത. നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? എവിടെയായിരുന്നു ഇത്ര നേരം? ഭാസ്യങ്ങളും സംഘവുമായിട്ടുള്ള ആഗോള ചർച്ചയിലായിരുന്നു അച്ഛൻ. ആ സമയത്തായിരുന്നു വിളിച്ചത് അല്ലേ? ആ സമയത്ത് ആരും വിളിക്കാനൊന്നും പാടില്ല, ആരും സംസാരിക്കാൻ പാടില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല.
മനസ്സിലായില്ലേ നിങ്ങളായിട്ടുള്ള സംസാരം? ഈ കൊച്ചിനെ ആരെങ്കിലും വിളിച്ചോണ്ട് പോ. പാറു മിണ്ടായി, ഞാൻ നിനക്ക് മേടിച്ചോണ്ട് വരാം. കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് മേടിച്ചോണ്ട് വരാം നിനക്കുള്ള സ്കെച്ച്. ഞാൻ ഇപ്പൊ പോയിട്ട് വാ. ഇവക്ക് അച്ഛന്റെ അതേ സ്വഭാവം ഉണ്ടോ? ആ. എന്തെങ്കിലും വിചാരിച്ചാൽ നമുക്ക് ഉടനെ അത് കിട്ടണം. നീ കുഴപ്പമുള്ളക്കാരി, നീ എന്തിനാ അതിന് അച്ഛനെ ഉപയോഗിക്കുന്നത് നേടി? നിനക്ക് തള്ളേരെ അതേ സുഖം തന്നെ. ആ അതാണ്. എന്തെങ്കിലും ആരെങ്കിലും ശബ്ദിച്ചാ അപ്പൊ നീലുന്റെ തലയിലെടുത്ത് കയറും. വെറുതെ ചാഞ്ഞിടക്കണ പാലമുള്ളോ, ആർക്കണേലും ഓടിക്കയറാലോ. നീ പാലോചിട്ട് പോ. ആ ഇന്നിപ്പോ ഇനി സ്കെച്ച് പെന്നിന്റെ പേരിലായിരിക്കും ഇവിടെ അടി അല്ലേ? പാറു നിന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻ സ്കെച്ച് പേന മേടിച്ചു തരാന്ന്. പിന്നെ നീ എന്തിനാ ഇനി സംസാരിക്കണത്? എല്ലാവർക്കും സംസാരിക്കാം, എനിക്ക് മാത്രം സംസാരിച്ചൂടെ? എന്നാ പിന്നെ ഞാൻ സ്കെച്ച് പേന മേടിച്ച് തരൂല്ലോ കേട്ടോ. ആരും എനിക്കൊന്നും മേടിച്ചാണ്ട. പോയി ഓണ പോകണ്ട, ഇവിടെ നേരെങ്കിലും വീട്ടിൽ പോയി നിക്കാം. വേറെ വീട്ടിൽ പോയി നിൽക്കാന്ന്. ദേഷ്യം കണ്ട അച്ഛന്റെ അതേ ദേഷ്യം കേട്ടാ. വീണ്ടും അച്ഛനെ പറഞ്ഞു എല്ലാം അച്ഛന്റെ പേര് കാണിക്കും. പാടി ആരും കൈ വെച്ചോണ്ടിരിക്കണം, പിരിഞ്ഞു പോ, തൈരാവത് പോ. സ്കെച്ച് വാങ്ങി വാങ്ങിച്ചോടാ പെട്ടെന്ന് പോയി. ആ ഇനിയിപ്പം ഞാൻ ഇനിയിപ്പം ഒന്നും പറയണ്ട. അഞ്ഞൂറ് രൂപ. ഇല്ല